ഹായ് കൂട്ടുകാരെ, സിസ്പെറ്റിൽസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയും കൊണ്ടാണ്. ഒരു ബക്ലാവയാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ ബക്ലാവ ശരിക്കും ഒരു തുർക്കി സ്വീറ്റ് ആണ്. പക്ഷെ ഇതൊരു അറേബ്യൻ കൺട്രീസിലെല്ലായിടത്തും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള ഫ്ലേവർ പട്ടന്റെയും ലെമണിന്റെയും ഫ്ലേവറാണ് ഷുഗർ സിറപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇത് വേണമെന്നുള്ളവർക്ക് റോസ് എസൻസ്, റോസ് വാട്ടർ ഒഴിച്ചിട്ട് ആ റോസിന്റെ ഫ്ലേവറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതൊക്കെ ആവശ്യമായിട്ട് ആദ്യം നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, പിന്നെ 2 പട്ടന്റെ കഷ്ണം, ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊരു പാനിയാക്കി എടുക്കാം. ഓക്കെ, ചെറിയ തീയിലിട്ടിട്ട് സിറപ്പാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഞാനിത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ്. 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ് കുറച്ച് മതി കേട്ടോ, നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്, റൂം ടെമ്പറേച്ചർ പാലാണ്. ഇത് കുഴക്കാൻ ആവശ്യത്തിനുള്ള പാല് നമുക്ക് കുഴച്ച് നോക്കാം എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത്. നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണ്ടി വരും എന്ന് കുഴക്കുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുക. ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മള് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചപ്പാത്തി മാവിന്റെ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിന് എനിക്ക് 1 കപ്പ് പാലൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. 3/4 കപ്പ് പാല് ഉണ്ടെങ്കിൽ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട് ഈ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഏത് നട്ട്സും എടുക്കുക. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കവറൊന്ന് മാറ്റാം. നമുക്കിതൊരു ഇതിലിട്ടിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് പരത്താൻ വേണ്ടിയിട്ട് നമുക്കത് ഓരോ പാർട്ടാക്കിയിട്ട് ഓരോ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു പാർട്ടാള് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കതിന്ന് ഞാൻ 6 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കണം. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ചെയ്യുന്ന ആ ഒരു ഇതിൽ പരത്തിയെടുക്കുക. ഇത് ശരിക്കും ഇത് പരത്താനായിട്ട് നല്ല വലിയ കോയിലെടുത്തിട്ടാണ് പരത്തുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കോയിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വലിയതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് പരത്താം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി കൊടുക്കാം. അങ്ങനെ 6 ബോൾസും നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് കുറച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ഈ റോളർമേ ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് പരത്താതെ തന്നെ കുറച്ച് വലുതാക്കി കിട്ടും. റോളർമ വെച്ചിട്ട് തന്നെ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ഷീറ്റും നമുക്ക് ഈ ട്രൈക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. നമുക്ക് ഓരോ ഷീറ്റിലും ഇങ്ങനെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ഷീറ്റ് വെച്ചു കൊടുക്കാം. പരത്തിയത് ലെയർ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ 3 ഷീറ്റ് ഞാൻ ഇങ്ങനെ ലെയറാക്കിയിട്ട് ബട്ടർ തേച്ചിട്ട് ലെയറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നട്ട്സ് ഉണ്ടല്ലോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പിസ്ത എന്ത് വേണമെങ്കിലും ഇടാം. നട്ട്സ് ഒന്ന് നമുക്കൊരു ഫില്ലിംഗ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഇതിന്റെ മേലെ ഓരോ ഷീറ്റായിട്ട് ബാക്കിയുള്ള 3 ഷീറ്റും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 6 3 ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ലിംഗ് നട്ട്സിന്റെ ഫില്ലിംഗ് വെച്ചിട്ട് ബാക്കി 3 ഷീറ്റും കൂടെ വെച്ചിട്ടുണ്ട്.
നമ്മളിനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തിയിട്ട് കൊടുക്കാം കേട്ടോ, എല്ലാ ഷീറ്റും ഒന്ന് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ മേലെ ബട്ടർ ഒന്നായിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഓവനും കൂടെ റെഡിയാവും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം, നമ്മുടെ ഫില്ലിങ് പുറത്ത് വരാതെ കട്ട് ചെയ്തെടുക്കുക. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിക്ക് വെക്കാം കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്യാം. ഞാൻ എൻ്റെതായ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓവനിക്ക് വെക്കാം. ഇത് ഞാൻ ഓവനിക്ക് വെക്കുന്നുണ്ട്. 150 ഡിഗ്രിയിൽ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബക്ലാവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പിൽ കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുക. നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും മധുരം പിടിക്കുള്ളൂ. നല്ല ക്രിസ്പിയാണ്, നല്ല സ്വീറ്റുമാണത്. എല്ലാവരും കാണുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ. ഇത് നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്യാം. അതിങ്ങനെ ഓരോ അടുക്കായിട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.